ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുലിയറ. ഞാനിപ്പോൾ ഉള്ളത് ചിനക്കലാട്ടാ. ചിനക്കൽ യുവജന കൂട്ടായ്മ. ചിനക്കലിലെ വയോജനങ്ങൾ എന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടുത്തെ കാരണവന്മാരെ ടൂറ് കൊണ്ടുപോകട്ടാ. ഇപ്പോൾ സമയം 6:30 മണിയാണ്. ആളുകളൊക്കെ വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവരാണ് ഇന്ന് ടൂർ കൊണ്ടുകൊണ്ട്. ചിനക്കലിൽ നിന്നും ബസ് പുറപ്പെടാനായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്. യാത്രയിൽ ചെല്ലാനുള്ളത് ഓരോരുത്തർക്കും പല വിശ്വാസക്കാരാണ്. മൊലരോടുണ്ട് 75 ശേഷം കപ്പലുണ്ടായില്ല. 77 മുഹമ്മദിയ കപ്പലിലാണ് ഞാൻ ലാസ്റ്റ് പോയത്. അത് വളരെ സന്തോഷം. വേറെ കുറെ വയസ്സന്മാര് നാട്ടിലുള്ള ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാണാനും കൊണ്ടുപോകാനും ഒരു സൗകര്യമായല്ലോ. അത് വലിയൊരു ഗുണം തന്നെ. ചെയ്തവർക്ക് ഏതായാലും വളരെ നന്ദി. ഹൈ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ പാലക്കാട് കോട്ടക്കിൻ്റെ പാർക്കിങ്ങിലാണുള്ളത്. ഇത് ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് പാലക്കാട് കോട്ടയ്ക്ക് മുമ്പിലാട്ടാ. ഇതാണില്ലേ, ഇതാണ് നമ്മുടെ പാലക്കാട് കോട്ട. അതിൻ്റെ മുൻഭാഗമാണിട്ടത്. ഇതുണ്ടല്ലേ, നമ്മുടെ നാട്ടിലെ കാരണവന്മാരെല്ലാം പാടാ ഇങ്ങോട്ട് കോട്ടയ്ക്ക് മുമ്പിലേക്ക് വന്നതാണ്. ഇനിട്ടാ 35ഓളം പേരാണ് നമ്മളെ ചിനക്കലിൽ നിന്നും പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റത്തെ സ്ഥലമാണ് ഈ കോട്ട. അവർ ഫസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇതാണ് ജയില്. അതിൽ ഇപ്പോൾ താലൂക്ക് സബ് ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെയൊക്കെ ആ പണ്ടത്തെ ജയിലറയുടെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കോട്ടയൊക്കെ കണ്ട് കോട്ടയുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി പങ്കുവെച്ചിരിക്കട്ടെ. അങ്ങനെ പാലക്കാട് കോട്ട കണ്ട് ഓരോരുത്തരും തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ കയറുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അങ്ങനെ പാലക്കാട് കോട്ട കഴിഞ്ഞിങ്ങനെ മലമ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പള്ളിയുണ്ട്. അപ്പോൾ അതവിടെ പള്ളിയുണ്ട്. അവിടേക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് വേണ്ടി വണ്ടി കുറച്ചു നേരം ഇവിടെ ഒന്ന് ആൾട്ട് ചെയ്യും. ഇത് മലമ്പുഴ ജുമാ മസ്ജിദാട്ടാ. ഇവിടേക്കാണ് നിസ്കരിക്കാൻ വന്നിട്ടുള്ളത്. ജുമാ മസ്ജിദിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി മലമ്പുഴ ഡാമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനാണ്. അപ്പോൾ അതിനു മുമ്പ് ഇനി എവിടെന്നെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം. സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോ നിങ്ങളെല്ലാവരെയും നന്ദി അവർക്കുണ്ടാക്കണം. കുറെ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവര് ഒരാള് നമ്മളോട് ഇതിന് അത് പറ്റാത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇത് പോന്നതോളം സന്തോഷമായിട്ടുണ്ടാവുന്നുണ്ട് വിചാരിക്കുന്നു. ആ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും. മലമ്പുഴ ഡാമിന്റെ ആ ഒരു ഏരിയന്റെ പാർക്കിങ്ങിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യാണ്ട് കഴിക്കാം. അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി കൊടുക്കണേ. മലമ്പുഴ ഡാമിന്റെ പാർക്കിങ്ങില് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്താണോ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കട്ടാ. മലമ്പുഴ സ്നേക്ക് പാർക്കിലേക്കാണ് ആദ്യം പോകുന്നത്. എന്താണോ എല്ലാവരും റെഡിയായി സ്നേക്ക് പാർക്കിലേക്ക് ഇങ്ങനെ ഫുട്പാത്തിലൂടെ നടന്നു പോവാണ്. ടിക്കറ്റ് കുട്ടികൾക്ക് 15 രൂപയും അതുപോലെ തന്നെ തിങ്കളാഴ്ച പ്രവേശനമില്ല. ഒന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. മലമ്പുഴ സ്നേക്ക് പാർക്കിലാട്ടാ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളെ ആളുകളൊക്കെ വന്ന് നോക്കി നിൽക്കണേ. ഇവിടെ ഫസ്റ്റ് തന്നെ ഉള്ളത് മൂർക്കനാട്ടാ.
ഇതാണ് മുതലാട്ടിക്കാണ്ട്. ഇതാണോ അടുത്ത സെക്ഷന്, അടുത്ത ഏരിയ. ആ രണ്ട് തല കാണുന്നുണ്ട്. അപ്പൊ 2 പാമ്പാവാനാണ് സാധ്യത. അപ്പൊ ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് പാമ്പിനെ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാമ്പന്നെ കേട്ടാ. കുട്ടികളൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാണ്. അത്യാവശ്യം നല്ല മണ്ണും ഉണ്ട് ഈ പാമ്പിന്. അങ്ങനെ അടുത്തതായിട്ട് നമ്മളെ ഇവിടെ ഫ്ലവർ ഷോ ഇപ്പം ഇല്ലട്ടാ. 16-ാം തീയതി തൊട്ടാണ് ഫ്ലവർ ഷോ തുടങ്ങുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും കാണാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ മലമ്പുഴ ഡാമാണ് ഈ കാണുന്നത് കേട്ടാ. മലമ്പുഴ ഡാമിൻ്റെ വെള്ളം ഓവറാകുമ്പോൾ തുറന്നു വിടുന്ന ഷട്ടറുകളാണ് ഈ കാണുന്നത്. 4 ഷട്ടറുകൾ. ഇതാണ്ടാ ഷട്ടർ തുറക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടൊക്കെ കാണിച്ച് അവസാനം ഇതാണു തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോവാണ്. ഈ ഒരു തൂക്കുപാലം കൂടി കടത്തണം. ഇത് പുതാക്കണോ? ഡാമിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും മുകളിലുള്ള നിന്നുള്ള കാഴ്ച. ഇങ്ങനെ മലമ്പുഴ മൊത്തമായി കണ്ട് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ കയറുമ്പോൾ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുണ്ടില്ല, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണേ. ഇവിടെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഫ്ലവർ ഷോ ഉണ്ട്. അപ്പോൾ അതിന് തയ്യാറാക്കിയ ഫോട്ടോസ് ഞാൻ കാണിച്ചത്. അല്ല, ഇതാണ് അതിന് തയ്യാറാക്കിയ വീഡിയോ. ഫ്ലവറുകളാണ് ഈ കണ്ടത്. നല്ല ക്രൗഡാണ് ഇവിടെ, നല്ല ക്രൗഡാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ മനസ്സിലേറ. ഞാനേ മലമ്പുഴ ഡാമിലാണ് ഉള്ളത്. മലമ്പുഴ ഡാമിലേക്ക് ഇപ്പോൾ ആളുകളുടെ കുത്തൊഴുക്കൊന്ന് കണ്ടുനോക്ക്. കണ്ടില്ലേ, നിറയെ ആളുകളാണ് ഓരോ സെക്കൻഡിലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 16-ാം തീയതി മുതലേ ഫ്ലവർ ഷോ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. കാണുന്നതൊക്കെ തമിഴാ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വാഹനത്തിൽ കയറി മലമ്പുഴയൊക്കെ ചുറ്റിക്കറങ്ങി വണ്ടി എടുത്തു. ഇനി വീട്ടിലേക്ക് പോകണേ. അപ്പോൾ ഓക്കെ.